ഹലോ, ഇന്ന് നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൊച്ചുട്ടിയുടെ ഗ്രാഫ് ഉയർന്നേക്കാണോ അതോ താഴോട്ട് പോയിക്കാണോ അതിനെക്കുറിച്ച് നോക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഞാൻ കൊച്ചുട്ടിയുടെ ഗ്രാഫ് ഉയർത്താൻ പറ്റിയ കുറച്ച് കാർട്ടൂൺസിനെ കുറിച്ചും പറയുന്നുണ്ട്. പലവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങളായി കൊച്ചുട്ടിയുടെ ഗ്രാഫ് താഴോട്ട് തന്നെയാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 2020 മുതൽ അല്ലെങ്കിൽ 2021 മുതൽ കൊച്ചുട്ടിയുടെ ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, പഴയതുപോലെയുള്ള കാർട്ടൂൺസ് ടെലികാസ്റ്റ് ചെയ്യാത്തത് തന്നെയാണ് അതിൻ്റെ കാരണം. അതുകൂടാതെ ഇപ്പോൾ 2 വർഷമായി കൊച്ചു ടി വിയിൽ ഒരു കാർട്ടൂൺ തന്നെയാണ് കൂടുതൽ സമയവും ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ കാരണം ഉറപ്പായിട്ടും കൊച്ചു ടി വിയുടെ ഗ്രാഫ് താഴോട്ട് തന്നെ പോവുക. 2020 ശേഷം നല്ല നല്ല കാർട്ടൂൺസ് കൊച്ചു ടി വിയിൽ വന്നിട്ടുണ്ടെങ്കിലും അത് കാണാനുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2023 22 വരെ അവർ മോശമില്ലാതെയായിരുന്നു കൊച്ചു ടി വി മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ 23-24 ശേഷം കൊച്ചു ടി വി ഒരു കാർട്ടൂൺ തന്നെ വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. പിന്നീട് റിപ്പീറ്റ് കാർട്ടൂൺസ് ടെലികാസ്റ്റ് ചെയ്ത് പിന്നീട് വീണ്ടും ഒരു കാർട്ടൂൺ തന്നെ ടെലികാസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ദിവസം മൊത്തം കംപ്ലീറ്റ് ആക്കും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊച്ചു ടി വി. അത് മാറ്റാൻ ശ്രമിക്കാതെ കൊച്ചു ടി വിയുടെ ഗ്രാഫിനെ ഒരിക്കലും ഉയർത്താൻ കഴിയില്ല. അത് മാറ്റിയാൽ കൊച്ചു ടി വി ഉറപ്പായിട്ടും മേലോട്ട് വരും. ഇപ്പോഴും കൊച്ചു ടി വിയും കൊച്ചു ടി വിയിൽ വന്നിരുന്ന പണ്ടത്തെ കാർട്ടൂൺസിനെയും സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പഴയ കാർട്ടൂൺസ് തിരികെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, പണ്ട് എത്രയോ മോശമായ ദിവസങ്ങളിൽ ഏറ്റവും അടിപൊളിയാക്കി മാറ്റിയത് ഈ കൊച്ചു ടി വിയും അതിൽ വന്നിരുന്ന ഓരോ കാർട്ടൂൺസും തന്നെയായിരുന്നു. കൊച്ചു ടി വിനി പഴയതുപോലെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ചു ടി വിനി ഒരിക്കൽ കൂടി അതിന്റെ പ്രൈം ടൈമിലേക്ക് പോകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചു ടി വിനി മുകളിലോട്ട് വരണമെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാർട്ടൂൺസ് ഉണ്ട്, അതിനെക്കുറിച്ച് നോക്കാനാണ്. അപ്പോൾ ലിസ്റ്റിൽ ഒന്നാമത്തത് വേറെ ഒന്നുമല്ല, അത് ദോസ്ത് പടാ ദോസ്ത് തന്നെയാണ്. ഇപ്പോഴും നമുക്ക് മടുപ്പ് കൂടാതെ കാണാൻ കഴിയുന്ന ഒരു കാർട്ടൂൺ സീരീസും കൂടിയാണ് ദോസ്ത് പടാ ദോസ്ത്. കൊച്ചു ടി വിയിൽ വന്നതിൽ ഏറ്റവും മികച്ച കാർട്ടൂണുകളിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു കാർട്ടൂൺ കൂടിയാണ് ദോസ്ത് പടാ ദോസ്ത്. ഉറപ്പായിട്ടും ഇത് തിരിച്ചു കൊണ്ടുവരണം. അടുത്തതാണ് ഡ്രാഗൺ ബൂസ്റ്റർ. സത്യം പറഞ്ഞാൽ ഇതിന് പുറത്തുള്ള രാജ്യങ്ങളിൽ അത്ര വലിയ ഫാൻ ബേസ് ഇല്ല, പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കൊച്ചു ടി വിയിൽ ഇതിന് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് ഇതും തിരിച്ചു കൊണ്ടുവരണം. അടുത്ത കാർട്ടൂണാണ് സ്റ്റുവർട്ട് ലിറ്റിൽ. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂണുകളിൽ ഒന്ന് തന്നെയാണ് ഇത് കൊച്ചു ടി വിയിൽ നിന്ന് പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായിട്ടുള്ളൂ. അതുവരെ കൊച്ചു ടി വി ഇത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഇതും തിരിച്ചു കൊണ്ടുവരണം അവർ. അടുത്ത കാർട്ടൂണാണ് മായക്കണ്ണൻ. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺസിന്റെ കൂട്ടത്തിൽ ഇതും ഉണ്ടായിരുന്നു. ഇതും അവർ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. അടുത്തതാണ് ജോർജ് ഓഫ് ദ ജംഗിൾ. ഇതൊന്നും കണ്ടിട്ട് കൊതി മാറിയിട്ടില്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ ഇതൊക്കെ എടുത്ത് ഒഴിവാക്കി. ഏതായാലും ഇതും തിരിച്ചു കൊണ്ടുവരണം. ഇതിനു വേണ്ടിയും ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അടുത്തതാണ് മാർസുപ്പിലാമി. ഇതിനും ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. ഇതിനു വേണ്ടിയും ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാർട്ടൂൺ സീരീസ് ഒക്കെ തിരികെ കൊണ്ടുവന്നാൽ കൊച്ചു ടിവിയുടെ ഗ്രാഫ് കുറച്ചെങ്കിലും ഉയരുന്ന കാര്യം ഉറപ്പാണ്. ഞാൻ ഈ പറഞ്ഞ കാർട്ടൂൺസ് ഒക്കെ തിരിച്ചു വരുമെന്നുള്ള കാര്യം വലിയ ഉറപ്പില്ല. ഏതായാലും കൊച്ചു ടി വി ഒരു പഴയ 3 കാർട്ടൂൺസ് എങ്കിലും തിരിച്ചു കൊണ്ടുവരണം.